ഒരു അടിപൊളി സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കൊണ്ട്. നമ്മൾ ഇതിലേക്ക് മാണ്ടാക്കിയത് ഉണക്ക ചെമ്മീനാണ് നമ്മൾ ഇട്ടത്. നല്ല അടിപൊളി ഉണക്ക ചെമ്മീൻ. ആ ഉണക്ക ചെമ്മീനോടാണ് നമ്മൾ സ്പെഷ്യൽ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ പൊരിച്ചതും കറിച്ചതൊക്കെ എല്ലാം കൂടിയിട്ടുള്ളൂ. ഉണക്ക ചെമ്മീൻ കൊണ്ട് അടിപൊളി റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, അതാണ് നമ്മൾ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം നല്ല കേക്ക് വൃത്തിയാക്കിയ ചെമ്മീൻ പൊതിർത്തത് ഇടാം. ഇനിയൊക്കെ വല്ലുള്ളി ഇടാം. ഇനി തക്കാളി ഇടാം. ലേശം മല്ലിച്ചപ്പ് ആണ് പുതിന. പിന്നെ പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല വയ്ക്കോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി ചതച്ചത് അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ലേശം മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി വയ്ക്കുക. എരിവിന് പാകത്തെ മുളക് പൊടി, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടാ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് ബ്രാക്കറ്റിലാണ് കേട്ടോ, മാനം കെട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മളെ കുഴക്കനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സിങ് അടിപൊളിയാകണം. അപ്പോൾ മക്കളെ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് അടുത്തത് കേട്ടോ. ഇനി ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ. അതിങ്ങനെ അടിപൊളിയിൽ വെള്ളം ഇന്ന് തന്നെ വെള്ളമൊക്കെ ഇന്ന് തന്നെ പൊന്തിട്ടോ. എന്നിട്ട് നല്ല അടിപൊളിയിൽ അതായി വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നല്ലേ ഇത് കാണിച്ചത്. ഓക്കെ. അപ്പോൾ അതാ നമ്മളെ ചെമ്മീൻ ഇങ്ങനെ തിളച്ച് മറിഞ്ഞിങ്ങനെ ഇടാം. അതിൻ്റെ ഉള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നും ഇതിൽ നിന്നൊക്കെ എല്ലാം വെള്ളം പൊന്തി അത് വേകാനുള്ള വെള്ളം അത്യാവശ്യം അതിലുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്നുകൂടി, ഇതിപ്പോൾ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി വെള്ളം വറ്റാൻ വേണ്ടത്. ആ വെള്ളം വറ്റുന്നവരെ ഇതാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടിയും പച്ച ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മേലെ പറഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം വറ്റിയിട്ട് നോക്കട്ടെ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിക്കണോ. അപ്പോൾ നമ്മളിത് തീ ഓഫാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോറ് വിളമ്പിച്ചിട്ടുണ്ടോ. ഞങ്ങൾക്കൊക്കെ കൂട്ടാനിട്ടിട്ട് ഓലങ്ങ് തിന്നുമ്പോൾ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നല്ലോ ഓലോട് ഒന്ന് അഭിപ്രായം ചോദിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട്? ആ അപ്പോൾ എങ്ങനെയുണ്ട്?